ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തിലെ ഏറ്റവും വലിയ കശുവണ്ടി മരം എവിടെയാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കശുവണ്ടി മരം ബ്രസീലിലാണ്. ഒരു മരം, അതായത് 2 ഏക്കറിലാണ് ഒറ്റ ഒരു മരം നിൽക്കുന്നത്. അത് കാഷ്യോ പീരങ്കി എന്നാണ് അതിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഒറ്റ മരത്തിൻ്റെ ശിഖരം അത് വളർന്ന് അതിൻ്റെ ശിഖരം വെയിറ്റ് കൊണ്ട് തറയിൽ മുട്ടി അത് അവിടുന്ന് വീണ്ടും വേര് ഉണ്ടായി അടുത്ത ശിഖരമായിട്ട് വീണ്ടും അങ്ങനെ പന്തലിച്ചാണ് കിടക്കുന്നത്. 2 ഏക്കറിലാണ് ഒറ്റ മരം വ്യാപിച്ച് കിടക്കുന്നത്. സാധാരണ ഈ പറങ്കി മരം, അതായത് കശുവണ്ടി മരം വളരുന്നത് മേളിലോട്ടാണ്. പക്ഷേ വ്യത്യസ്തമായി സൈഡിലേക്കാണ് ഈ മരം വളരുന്നത്. ഇങ്ങനെ സൈഡിലേക്ക് വളർന്നാണ് ഈ ശിഖരം തറയിൽ മുട്ടി അവിടുന്ന് വീണ്ടും വളർന്ന് അടുത്ത ശിഖരം ഉണ്ടായി വീണ്ടും തറയിൽ. അങ്ങനെയാണ് ഇത് 2 ഏക്കറിൽ വ്യാപിച്ചത്. ബ്രസീലിലാണ് ഈ മരം ഉള്ളത്. വളരെ രുചികരവും ഗുണപ്രദവുമായ ഒന്നാണ് കശുവണ്ടി പരിപ്പ്. പഠിക്കുന്ന കുട്ടികൾക്ക് ദിവസവും 2 എണ്ണം കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഠനത്തിൽ വളരെ, അതായത് ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിൽ ക്ഷീണം ഒഴിവാക്കാനായിട്ട് ഈ കശുവണ്ടി പരിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഊർജം അവർക്ക് ഇതിൽ നിന്നും കിട്ടുകയും അങ്ങനെ ഈ ക്ഷീണം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. കലോറി കൂടുതലുള്ള ഒന്നാണ് ഈ അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല വിശപ്പുള്ളപ്പോൾ ഒരു 2-3 അണ്ടിപ്പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം വിശക്കാതിരിക്കുകയും ക്ഷീണം ഉണ്ടാകത്തില്ല. ഇതിൽ കലോറി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ക്ഷീണം തോന്നുന്നില്ല, നമുക്ക് എനർജി കൂടുതൽ കിട്ടും. സ്കിന്നിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ ഉപകാരപ്രദമെന്നാണ് പറയപ്പെടുന്നത്. കശുവണ്ടി കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരള കാർഷിക സർവകലാശാല കേരളത്തിന് കൃഷിക്ക് അനുയോജ്യമായ അത്യുൽപാദന ശേഷിയുള്ള 16 ഇനം കശുമാവ് തൈകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 16 ഇനം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആനക്കയം 1 എന്ന് പറയുന്നതാണ്. 1982 ആനക്കയം കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഒരിനമാണ് ആനക്കയം 1 എന്ന് പറയുന്നത്. അടുത്തത് മാടക്കത്തറ 1, മാടക്കത്തറ 2. 1990 മാടക്കത്തറ കാർഷിക സർവകലാശാലയിലാണ് പുറത്തിറക്കിയത്. അടുത്തത് കനകയാണ്. 1993 കേരള കാർഷിക സർവകലാശാല മാടക്കത്തറ കൃത്രിമ പരാഗണം വഴി പുറത്തിറക്കിയ സങ്കര ഇനമാണ് കനക. അടുത്തത് 1993 പുറത്തിറക്കിയ ഒരിനമാണ് ധന. അതും മാടക്കത്തറ കാർഷിക സർവകലാശാലയിൽ പുറത്തിറക്കിയ ഒരു സങ്കര ഇനമാണ്. അടുത്തത് പ്രിയങ്ക. അത് 1995 ആനക്കയം കാർഷിക സർവകലാശാല കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ഒരു സങ്കര ഇനമാണ്. അടുത്തത് സുലഭ. അത് 1996 മാടക്കത്തറ കാർഷിക സർവകലാശാലയിൽ പുറത്തിറക്കിയ ഒരു ഇനമാണ്. 1988 മാടക്കത്തറ കാർഷിക സർവകലാശാലയിൽ പുറത്തിറക്കിയ ഒരു ഇനമാണ് അമൃത. ഇതൊരു സങ്കര ഇനമാണ്. 1998 കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് പുറത്തിറക്കിയ ഒരു ഇനമാണ് അനക. അതും സങ്കര ഇനമാണ്. അടുത്തത് അക്ഷയാണ്. അക്ഷയം 1998 ആനക്കയം കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് പുറത്തിറക്കിയ ഒരു ഇനമാണ്. പിന്നെയുള്ളത് K221, ദാമോദർ, പിന്നെ രാഘവ്, ശ്രീ, പൂർണിമ, അതൊക്കെയാണ്. ഇതിൽ ദാമോദർ കൃത്രിമ പരാഗണത്തിൽ നിർമ്മിച്ച ഒരു സങ്കര ഇനമാണ് ദാമോദർ. പിന്നെ അത്യുൽപാദന ശേഷിയുള്ള ഒരു സങ്കര ഇനമാണ് രാഘവ്. പിന്നെ ഉള്ളത് ശ്രീയാണ്. അത് ആനക്കയം കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഒരു എണ്ണമാണ്. പിന്നെ പൂർണിമ എന്ന് പറയുന്നത് 2006 കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ ഒരു സങ്കര ഇനമാണ്. ലോകത്തിലെ വാണിജ്യാടിസ്ഥാനത്തെ കൃഷി ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ പറങ്കിമാവ്.
16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ പറങ്കിമാവ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഈ പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിലെ മലബാറിലാണ് ആദ്യമായിട്ട് ഈ പറങ്കിമാവ് കൃഷി ചെയ്തത്. അതായത് ഈ മലബാറിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ കശുമാവ് നട്ടുപിടിപ്പിച്ചത്. ഈ മലബാറിൽ നിന്നാണ് കേരളത്തിൽ മൊത്തത്തിൽ ഈ കശുമാവ് കൃഷി വ്യാപിച്ചത്. ഈ മലബാറിലുള്ള ആൾക്കാർ പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഈ പറങ്കികൾ കൊണ്ടുവന്ന കശുമാവിന് പറങ്കിമാവ് എന്ന വിളിപ്പേര് തുടങ്ങി. അങ്ങനെയാണ് ഇതിനെ പറങ്കിമാവ് എന്ന് അറിയപ്പെടുന്നത്. പറങ്കിമാവും കശുമാവും എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കഴിക്കാനായിട്ട് ദോഷമില്ലാത്തതും ഗുണപ്രദവുമായ ഒന്നാണ് കശുവണ്ടിപ്പരിപ്പ്. ഇത് പ്രായമുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കും ഒരേപോലെ കഴിക്കാവുന്നതാണ്. നമ്മളെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിന്, കണ്ണിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധം കൂടുതലുള്ള, അതായത് പ്രോട്ടീൻ കൂടുതലുള്ള ഒരു പരിപ്പാണ് ഈ കശുവണ്ടിപ്പരിപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.